രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ ഇ.ഡി. നീക്കം തുടങ്ങി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ ആരോപണം എക്സിലൂടെ രാഹുൽ ഗാന്ധി തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ ഇ.ഡി. റെയ്ഡ് ചെയ്യാനായിട്ടുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് ഇ.ഡിയിൽ തന്നെ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ തന്നെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് തന്നെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം എക്സിലുള്ള പോസ്റ്റിൽ പറയുന്നു. BJP ഈ രാജ്യത്തൊരു ചക്രവ്യൂഹം തീർത്തിരിക്കുന്നു. ആ ചക്രവ്യൂഹത്തിലാണ് പലരും പെട്ടുപോയിരിക്കുന്നത്. 6 അംഗ സംഘമാണ് ഈ രാജ്യത്ത് ചക്രവ്യൂഹം തീർത്തിരിക്കുന്നത്. എല്ലാവരും ഭയപ്പാടിലാണ്. ഇനി വരും നാളുകളിൽ ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാവരും തുറുങ്കിലടയ്ക്കാനുള്ള നീക്കമാണെന്ന് കോൺഗ്രസ് നേതാക്കളും പറയുന്നു. ഏതായാലും നമുക്കറിയാം, ഒരു വർഷം മുൻപായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മാതാവ് സോണിയാഗാന്ധിയും അടക്കം ഇ.ഡി. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അത് വലിയ രീതിയിലുള്ള വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ തുടർ നടപടികൾ ഇനി മുൻപോട്ട് പോകുമ്പോൾ എന്താണ് എന്നറിയില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് വളരെ ആധികാരികമായി തന്നെ ഇത് പറയുന്നത് മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണോ അതോ ഇനി അത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും നിലവിൽ ഇ.ഡിയുടെ അന്വേഷണം നേരിടുന്ന വ്യക്തി തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അത് നാഷണൽ ഹെറാൾഡ് കേസിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും ഒപ്പം തന്നെ ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഉൾപ്പെട്ട ഒരു കേസ് തന്നെയാണത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ എക്സിലെ ട്വീറ്റ് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നതും. ഒപ്പം തന്നെ കോൺഗ്രസ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.